മലയാളം ബിഗ് ബോസിലെ എല്ലാ സീസണുകളിലെയും ക്ലാസിക് ടാസ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ടാസ്ക് പല മത്സരാർത്ഥികളുടെയും ഗതി തന്നെ മാറ്റിവിടും. പക്ഷേ കളി എന്താണെന്ന് മനസ്സിലാക്കണം. സീസൺ 5 നോക്കിക്കഴിഞ്ഞാൽ ജുനൈസിന്റെയൊക്കെ ഭാവി തീരുമാനിച്ചത് തന്നെ ഈ ടാസ്ക് ആയിരുന്നു. ജുനൈസ് അതുവരെ എല്ലാവരുടെയും തെറിവിളി കേട്ട് പണ്ടാരമടങ്ങി കിടന്ന ഒരാളാണ്. ഈ ഹോട്ടൽ ടാസ്കിൽ മാനേജരായിട്ടുള്ള തസ്തികയിലേക്ക് അദ്ദേഹം എത്തിയതോടുകൂടി 3 ദിവസം കൊണ്ട് ജുനൈസിന്റെ തലവര തന്നെ മാറി. ആ ഒരൊറ്റ സംഭവമാണ് അയാൾ സീസൺ 5 ടോപ്പ് 5 വരെ എത്തുവാൻ കാരണമായി മാറിയത്. പക്ഷെ സീസൺ 6 വരുമ്പോൾ ഇവിടുത്തെ നല്ലൊരു ശതമാനം മത്സരാർത്ഥികൾക്കും ഈ ഹോട്ടൽ ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. പ്രാഥമികമായിട്ടൊരു ജ്ഞാനം ഉണ്ടാകണ്ടേ? ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടൽ, ഇനിയിപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല എങ്കിൽ പോലും നാട്ടറിവ് വെച്ചെങ്കിലും ചിന്തിക്കാൻ പാടില്ലേ? ഒരു ഹോട്ടലിൽ എങ്ങനെ ജോലി ചെയ്യണമെന്നും അവിടെ വരുന്ന ഗസ്റ്റുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അവരെ എങ്ങനെ സന്തോഷിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് ടിപ്പ് വാങ്ങാൻ പറ്റുമെന്നുമൊക്കെ ഒരു സാമാന്യ പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് ചിന്തിച്ച് എടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ ബിലോ ആവറേജ് ആണ് എന്ന് പറയേണ്ടി വരുന്നു. ഈ ബിലോ ആവറേജ് എന്ന് പറയുന്ന വാക്ക് പോലും ഇതിന് പര്യാപ്തമല്ല. അത്രമാത്രം തരം താഴ്ത്തപ്പെട്ട മത്സരാർത്ഥികളെയാണ് ഇവിടെ പലരെയും കാണുവാൻ കഴിയുന്നത്. സത്യത്തിൽ നമ്മുടെ ശ്രീരേഖയൊക്കെ വെറുപ്പീരിന്റെ അങ്ങ് പീക്ക് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഹോട്ടലിൽ ഒരു അതിഥിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്റർടൈൻ ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി അതിഥിയുടെ പിറകിന് നടന്ന് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്താണ്? ഇവർ സംസാരിക്കുന്നതും എന്ത് കാര്യവും ചെയ്യുന്നതും ഡാൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതിപ്പം അതിഥിയുടെ അടുക്കൽ മാത്രമല്ല, HR-ന്റെ അടുക്കലാണെങ്കിലും കൂടെയുള്ള പ്രവർത്തകരുടെ മുൻപിലാണെങ്കിലും എല്ലായിടത്തും. അങ്ങനെ ഒരു ഹോട്ടൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. നമ്മളൊരു ഹോട്ടലിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് എന്റർടൈൻ ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ, നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് പോലും എന്റർടൈൻമെന്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പുറകിന് ഓടി വരുന്ന ഒരു വ്യക്തിയെ ഗസ്റ്റ് ആവശ്യപ്പെട്ടാൽ ഓക്കെ, പക്ഷേ ഇത് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു ശ്രീരേഖയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്കി പലതും വെറും പാഴ് ജന്മങ്ങളെ പോലെയാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ കൃത്യമായി കളി മനസ്സിലാക്കി ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. അർജുനും ശ്രീതുവും ഒക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. ജിൻഡോയുടെ കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. ജിൻഡോ നല്ല ഒന്നാന്തരം പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജിൻഡോയുടെ അവിടുത്തെ ഡ്യൂട്ടി ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിംഗിൽ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെ ഒരു ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാം എന്ന് ജിൻഡോയ്ക്ക് അറിയാം. ഒരു ഇറിറ്റേഷനും ഇല്ലാതെ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. ജിൻഡോപ്പനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഗെയിം എന്താണ് എന്നും ഇവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിലും എങ്ങനെയായിരിക്കണമെന്നുള്ളതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് ഗൃഹപാഠം ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് സീസൺ 6 വന്നിരിക്കുന്നത്. അതിന്റെ മികവൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വ്യക്തിപരമായി തന്റെ വ്യക്തിത്വത്തിൽ പല ന്യൂനതകളുമുണ്ട്. കള്ളമൊക്കെ പറയാറുണ്ട്, ഉടായ്പകൾ പലതും അദ്ദേഹം കാണിക്കാറുണ്ട്. പക്ഷേ ഗെയിമിൽ ഗെയിം ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാനും എന്തായി തീരുവാനും ജിൻഡപ്പനെ കഴിഞ്ഞു മാത്രമേ ഉള്ളൂ മറ്റൊരാൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ തന്നെയായിരിക്കാം പ്രേക്ഷകരുടെ ഇടയിൽ ഇത്രയധികം പിന്തുണ അദ്ദേഹത്തിന് നേടിക്കൊടുക്കുവാൻ സാഹചര്യവും ഒരുക്കിയത്. എന്തായാലും അതിഥിയായി വന്ന സാബുമോന് അവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ്. അതിഥിയുടെ റൂമൊക്കെ എത്ര സമയമെടുത്താണ്, ഒരു പൊടി പോലും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തോടു കൂടി മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ട് അധ്വാനിക്കുന്ന ജിൻഡപ്പനെയാണ് നമുക്ക് അതിഥിയുടെ റൂമിൽ കാണുവാൻ കഴിഞ്ഞത്. സാബുമോൻ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം കിച്ചൺ ടീമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു നാരങ്ങാ വെള്ളം വേണം. വളരെ നല്ല രീതിയിൽ ഒരു നാരങ്ങാ വെള്ളം ഉണ്ടാക്കി അവർ കൊണ്ടുവന്ന് സാബുമോന്റെ കയ്യിലേക്ക് കൊടുത്തു. പെട്ടെന്ന് തന്നെ സാബുമോൻ ആ നാരങ്ങാവെള്ളം ജിൻഡോയോട് പറഞ്ഞു എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ജിൻഡോ ആ നാരങ്ങാവെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ട് ഋഷി നമ്മുടെ HR മാനേജർ പാഞ്ഞവിടെ വരികയാണ്. ഇത് ഗസ്റ്റിന് കൊടുത്തതല്ലേ, നിങ്ങൾ എന്തിനാ ഇത് എടുത്ത് കുടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഗസ്റ്റ് എനിക്ക് തന്നതാണ്, എന്നിട്ടാണ് ഞാൻ കുടിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിഥിയെ കൃത്യമായിട്ട് പ്രസാദിപ്പിക്കുവാനും അയാളെ പോക്കറ്റിലാക്കുവാനും അയാളുടെ കയ്യിൽ നിന്ന് ടിപ്പ് വാങ്ങിക്കുവാനും ജിൻഡോയ്ക്ക് നല്ല ഒന്നാന്തരം സാമർഥ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി പ്രകടമാക്കിയിരിക്കുകയാണ്. ഈ ടാസ്ക് കഴിയുമ്പോൾ അറിയാം മുൻപോട്ടുള്ള പലരുടെയും ഭാവി എന്തായി തീരുമെന്ന്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.